ഹലോ ഹായ്. സ്വയം പുനർനിർമ്മിക്കാം. റീബിൽഡ് യുവർ സെൽസ്, റീകൺസ്ട്രക്ട് യുവർ സെൽസ്. ഇതൊരു ചാനൽ മാത്രമല്ല, ഇത് വീണുപോയ മനസ്സുകൾ വീണ്ടും എഴുന്നേൽക്കാൻ ഒരു തുടക്കമാണ്. തകർന്ന സ്വപ്നങ്ങളെ ചേർത്ത് പുതിയ ചിറകുകൾ നിർമ്മിക്കുന്ന ഒരു യാത്ര. ഫ്ലൈ ഹൈ, പറക്കാം നമുക്ക്. ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ പുനർനിർമ്മിക്കാൻ തുടങ്ങും. നമുക്ക് ഒരു കഥയിൽ കൂടി പുനർനിർമ്മാണം എങ്ങനെ നടത്താമെന്ന് മനസ്സിലാക്കിയാലോ? വായോ. സ്ഥിരമായി ആടുകളെ മോഷ്ടിക്കുന്ന കള്ളനെ നാട്ടുകാർ തൊണ്ടി സഹിതം പിടികൂടി. നാട്ടുനടപ്പനുസരിച്ച് കുറ്റവുമായി ബന്ധപ്പെട്ട ചിഹ്നം കുറ്റവാളിയുടെ നെറ്റിയിൽ പച്ചകുത്തും. ആയുസ് മുഴുവൻ അതും പേറി നടക്കാൻ. ആടുമോഷ്ടാവിന്റെ നെറ്റിയിൽ എസ് എന്ന ഇംഗ്ലീഷ് അക്ഷരമാണ് പതിച്ചത്. ആടിനെയോ മോഷണത്തെയോ സൂചിപ്പിക്കാനാകാം ഇങ്ങനെ പതിച്ചത്. നാട്ടിൽ ഒറ്റപ്പെട്ട അയാൾ ആടുകളുടെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. ആട് വളർത്തൽ ലാഭം ഉപയോഗിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. മക്കളും കൊച്ചുമക്കളുമായി ജീവിതം ശ്രേഷ്ഠം. ഒരിക്കൽ കൊച്ചുമകൻ ചോദിച്ചു, വല്യപ്പായുടെ നെറ്റിയിൽ എന്താണ് ഈ എസ് എന്ന അക്ഷരം? അമ്മയാണ് മറുപടി പറഞ്ഞത്, അത് സെയിന്റ്, വിശുദ്ധൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ്. പുണ്യവാന്മാർ തെറ്റ് ചെയ്തിട്ടുള്ളവരാകാം. ഇതൊരു പഴങ്കഥയാണേ. തെറ്റ് ചെയ്തിട്ടുള്ളവർക്കും വിശുദ്ധരാകാം. അതൊരു സാധ്യതയാണ്. ആരായിരുന്നു എന്നതിനേക്കാൾ ആരായിത്തീരാം എന്നതാണ് പ്രധാനം. ഒരാളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും അമൂല്യമായ കഴിവ് അയാളുടെ സ്വയം പുനർനിർമ്മാണ ശേഷിയാണ്. ചിതറിക്കപ്പെട്ടിടത്തു നിന്ന് ചിരകാല പ്രതിഷ്ഠയാകാനുള്ള സാധ്യത. പുതിയതെല്ലാം പഴയതാകാൻ കാലം മാത്രം ഇടപെട്ടാൽ മതി. പഴയതെല്ലാം പുതിയതാകാൻ ആളുകളും ഇടപെടണം. പ്രതിയാക്കപ്പെട്ടവരെല്ലാം വിധിയെന്ന് കരുതി നിർജീവരാകുകയോ പ്രതികാരത്തിന് മുതിരുകയോ ചെയ്യാതെ പ്രതിവിധി തേടുകയും പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ പ്രസരിപ്പും പ്രചോദനവും ഉണ്ടാകും, മനസ്സിലും സമൂഹത്തിലും. പ്രതിരോധന ശേഷി പോലും തകർത്ത് കളയും വിധം ആരിലും അപമാനത്തിന്റെ പച്ച കുത്തരുത്. ഇന്ന് നിങ്ങൾ എവിടെയായാലും എത്ര തവണ വീണിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും പറക്കാനുള്ള ശക്തിയുണ്ട്. സ്വയം വിശ്വസിക്കുക, സ്വയം പുനർനിർമ്മിക്കുക, പിന്നെ ഭയമില്ലാതെ ഉയരത്തിലേക്ക് പറക്കുക. ഫ്ലൈ ഹൈ, പറക്കാം നമുക്ക്. ഇഫ് ദിസ് മെസ്സേജ് ഗീവ് യു പീസ് ഓർ കാം, stay with Fly High. Keep smiling and keep shining, dears. Thank you.